നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നെട്ടയത്താണ്. നെട്ടയത്തുനിന്ന് ഞങ്ങളിപ്പോൾ കോഴി വാങ്ങാൻ വന്നു, ഇറച്ചി വാങ്ങാനായിട്ട് വന്നു. സൺഡേ ആണ്. സൺഡേ എല്ലാ വീട്ടിലും ഇറച്ചി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബീഫും മട്ടനൊന്നും മട്ടൻ വാങ്ങാൻ നിന്നിട്ട് നാടൻ കോഴി വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടെ നാടൻ കോഴി ഹണ്ടിങ്ങിനായിട്ട് പുളിയിറക്കോണത്ത് വന്ന് നിൽക്കുകയാണ്. അവിടെ എങ്ങനെ നമ്മുടെ നെട്ടയത്തൊന്നും നാടൻ കോഴി ഇല്ല എന്നിപ്പോൾ ചോദിച്ചപ്പോൾ. അതുകൊണ്ട് ഉള്ള കടയിൽ ഇവിടെ എവിടെയാണെന്ന് വെച്ചാൽ വന്നത് എങ്ങോട്ട് പോയാൽ ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ അച്ഛനെ കാണാനില്ല. ഇവിടെ എന്തോ നോക്കട്ടെ. ഈ കടയിൽ വന്ന ആളാണെങ്കിൽ അങ്ങോട്ട് നടന്നെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, അങ്ങോട്ട് പോയാന്തോ. ഫോണിൽ വിളിച്ചാൽ മതി. ഞാനെങ്കിലും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതായി. ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ നെട്ടയത്ത് വരാൻ സമയം എടുത്തിട്ട ഡ്രസ്സാണ്. അതുകൊണ്ട് അഴുക്കായില്ല. അതുകൊണ്ട് അത് തന്നെ എന്നും എടുത്തിട്ടു. അതുകൊണ്ട് ഇന്നലെ ഇട്ട ഡ്രസ്സ് എനിക്ക് ഇച്ചിരി കിട്ടിയിട്ട് ചോദിക്കണ്ട. ഞാൻ അച്ഛനെ ഇറക്കിയിട്ട് കാർ ഫ്രണ്ടിലോട്ട് പാർക്ക് ചെയ്തേ, ഒരു ചിക്കൻ കടയുടെ അവിടെ. അപ്പോൾ അവിടെ നാടൻ കോഴി ഇല്ലയെന്ന് പറഞ്ഞിട്ട് വേറെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം. ഇത് പുളിയിറക്കോണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ജംഗ്ഷനാട്ടോ. പണ്ട് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ ഒക്കെ ഇവിടെ ആയിരുന്നു. പുളിയിറക്കോണം എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ ഉള്ള ആ സ്ഥലമല്ലേ എന്ന്. വലിയൊരു ടൗൺ ആട്ടോ, ജംഗ്ഷനാണ്. അപ്പോൾ ആൾക്കാരെല്ലാം നോക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പോകുന്നത് കണ്ടിട്ട്. നാടൻ കോഴി ഇവിടെ ഉള്ളവർ അത്രയും എന്നെ വാതറം നോക്കിയിട്ട് ഒരു ചേച്ചി ചോദിക്കണം എന്തോന്ന് പരിപാടി, ഓ യൂട്യൂബറാണോ എന്നൊക്കെ ചോദിക്കുന്നു. മരിച്ചിനി വാങ്ങിച്ചുണ്ടോ? വാങ്ങിക്കാൻ പറയുന്ന കേട്ട്, നല്ല മരിച്ചിനിയാണെങ്കിൽ. ഇതാണ് പുളിയിറക്കോണം ജംഗ്ഷൻ. എല്ലാവരും ചോദിക്കുന്നു എന്താ പരിപാടി, യൂട്യൂബിലിടാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അച്ഛൻ കപ്പ വാങ്ങിക്കാൻ പോകാട്ടോ. അവിടെ കപ്പയുണ്ട്, കപ്പ വാങ്ങാൻ പോകും. അച്ഛൻ മരിച്ചിനി വാങ്ങാനൊന്നും പറഞ്ഞ് പോയി. എങ്ങോട്ട് പോയാന്തോ കാണാനില്ല. എന്നെ ഇറച്ചിക്കടയിൽ നിർത്തിയിട്ട് മരിച്ചിനി വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറേ സമയമായി പോയിട്ട് കാണാനില്ല. അങ്ങോട്ട് പോയാന്തോ. എനിക്ക് തോന്നുന്നു വേറെന്തെങ്കിലും സാധനം വാങ്ങാൻ, എന്തൊക്കെയോ വാങ്ങാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോയതാവാം. ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, കട്ട് ചെയ്തു. അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് വരുമായിരിക്കും. ഇതാ സാധനമൊക്കെ വാങ്ങി വന്ന്. ഞാൻ മരിച്ചിനി വാങ്ങിക്കാനല്ലേ പറഞ്ഞിട്ടു. എന്തോന്ന് വാങ്ങിക്കാൻ പോവാം. ഇന്നലെ മുതൽ ഒരാൾ കുഞ്ഞിയെ കാണാൻ നിൽക്കണം. സമയം എത്രയായി? 10 മണിയായിരുന്നു. കുഞ്ഞ് എഴുന്നേറ്റില്ല. അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് എണീക്കണ കുഞ്ഞിയാണ്. നമുക്ക് ട്യൂഷന് പോകാൻ നേരം ആകുമ്പോൾ അവൾ എണീക്കും. ഓ VIP ലോഞ്ച് ചെയ്തേ. ഇന്നലെ വൈകിട്ട് മുതൽ നമ്മൾ നോക്കി ഇടിച്ചാണ്. ഇന്ന് 10 മണിയായി. ഇപ്പോഴാണ് ഇറങ്ങി വരണത്. നീ ഹായ് പറ. ഹായ് ഫ്രണ്ട്സ് എന്ന് പറ. ഹായ് ഫ്രണ്ട്സ്. ഇന്നലെ ആരോ ചോദിച്ചു കുഞ്ഞിയെ കണ്ടിട്ട് എത്ര ദിവസമായി, ഒന്ന് കുഞ്ഞിൻ്റെ വീഡിയോ ഇടുവോ ചേച്ചിന്ന്. ഡാ ഇടിച്ചനാ കുഞ്ഞി പിന്നെ ഡാ ഇടിച്ചനാ. VIP കുഞ്ഞ് ഡാ ഇടിച്ചനാ. ഇന്ന് കുഞ്ഞിക്ക് പോളിയോ ഉള്ള ദിവസമാണ്. ഞങ്ങൾ പോളിയോ എടുക്കാൻ പോവാണ്. നമ്മൾ പാലൊക്കെ കുടിച്ച് ഇനി കുറച്ച് കഴിഞ്ഞ് കുളിച്ചിട്ട് നമ്മൾ പോളിയോ കുടിക്കാൻ പോകും. കിണുങ്ങൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഭയങ്കര കൂട്ടാണ് നമ്മളല്ലേടാ കുഞ്ഞി. പിന്നെ ത്രിത സച്ചിൻ്റെ കിയ നമ്മളെ കുഞ്ഞി, പിന്നെ എല്ലാവരെയും ത്രിത. കേരളക്കരയുടെ കുഞ്ഞി സച്ചിൻ്റെ കിയ, പിന്നെ ഒഫീഷ്യലി ത്രിത സച്ചിൻ. ഞാൻ വാങ്ങിച്ച ഉടുപ്പുകളാ അതിടണേ, എനിക്ക് കാണണം. ഞാൻ കുഞ്ഞിക്ക് കുറേ ഉടുപ്പുകൾ വാങ്ങിച്ചു. കുറേ അല്ല, 5-6 കോംബോ വാങ്ങിച്ചു കൊടുത്ത്. ഞാനതിട്ട് കണ്ടില്ല. കോട്ടനാ ഫ്രണ്ട്സ്, നിങ്ങൾ അറിഞ്ഞോ ഞാൻ കമിഴ്ന്നു ഫ്രണ്ട്സ്. പിന്നെ കമിഴ്ന്നില്ലല്ലേ? അവിടെ എനിക്ക് തന്ന വീഡിയോയിൽ ആൾക്കാരിവിടെ കാണും. ഞാൻ നട്ട്സ് തിന്നണത് ആൾക്കാർ കാണും. നിനക്ക് വേണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞത്? വേണ്ട. നിനക്ക് വേണോടി പെണ്ണെ? ഇവള് കമിഴ്ന്നു ഗൈസ്. ഭയങ്കര കാര്യം പറച്ചിലാണ്. അവിടെ ഇട്ട് കാര്യം പറ കടത്തിട്ട് പങ്കട കാര്യം ഓ എന്തിനാണ് ഒരു വിളിയൊക്കെ വിളിച്ചാണ്
ഭയങ്കര തറയിട്ട് കിടത്തിയിരുന്നാൽ ഭയങ്കര ഗൈസ് അടിപൊളി മഴയും കാറ്റും കേട്ടോ. മഴ ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ കാറ്റ് നല്ലതായിട്ടുണ്ട്. കാറ്റുള്ളത് കൊണ്ടാവാം മഴയില്ലാത്തത് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു സ്ഥലം കാടൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് കേട്ടോ. കുറേ മരങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാടെല്ലാം വൃത്തിയാക്കി. ഇവിടെ റെസിഡൻസും എല്ലാവരും കൂടിയൊക്കെ ചേർന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തോ. അച്ഛൻ പോയി കോർപ്പറേഷൻ ഓഫീസിലൊക്കെ പരാതി ഒരുപാട് പ്രാവശ്യം കൊടുത്തതാണ്. കൊടുത്തിട്ട് അവർ വെട്ടി വൃത്തിയാക്കിയില്ല. പക്ഷെ ഫൈനലി ഇപ്പോൾ അവർ വൃത്തിയാക്കി കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. കാരണം പാമ്പൊക്കെ ദിവസവും വീട്ടിൽ വരാറുണ്ട്. കൊതുക്, കുഞ്ഞിയെ കൊതുകൊക്കെ കടിച്ച് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, കൊതുക് ശല്യം. പക്ഷെ അതൊക്കെ ഇപ്പോൾ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയപ്പോൾ ഒരു വൃത്തിയൊക്കെ വീണു. ഹലോ, ഇണ്ടിനെ കരയണേ. പോളിയോ കുടിച്ചോ പൊന്ന്? പോളിയോ കുടിച്ചോ? അയ്യോടാ ഓട്ടിരും. ഇല്ല പാല് കൊടുത്തുറക്ക്. നല്ല മഴ ഗൈസ്. അച്ഛൻ ഫോണിൽ സംസാരിക്കുന്ന ബഹളമാണ് കേൾക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അമ്മയെ കണ്ടില്ലല്ലോ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഓ ജാടത്തണ്ടി. എവിടെ സുന്ദരി അമ്മ? അയ്യോ, എന്താ ഇന്നത്തെ സ്പെഷ്യൽ? രാവിലെ ഉറട്ടിയും പരിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ആരും കഴിച്ചില്ല. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി. ഞാൻ ഉച്ചയ്ക്ക് ഉറട്ടിയും പരിപ്പ് കറിക്കും. നാടൻ ചിക്കൻ ആന്നോ? ഓക്കെ. ഇത്ര ആക്ഷൻ എന്തിനാ? കുഞ്ഞിയെ അടുത്ത ആഴ്ച അങ്ങ് സച്ചിൻ്റെ വീട്ടിൽ കൊണ്ടുപോവാണ്. ഇവിടുന്ന് തൊട്ടടുത്തല്ലേ, എപ്പോൾ വേണമെങ്കിലും പോവാല്ല. ഇപ്പൊ സത്യം നമ്മളൊക്കെ മുഖച്ചായ ഈ ഫോണാടി പിന്നെ. ഞാൻ എന്നും വൈകിട്ട് കാണാൻ വരും. അച്ചി കരയല്ലേ? എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ ദൂരോട്ടുള്ളവരൊക്കെ കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ അവരൊരു അതൊന്ന് ആലോചിച്ച് നോക്ക്. മോമിയുടെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഉരട്ടി, രാവിലത്തെ ഉരട്ടി. അച്ഛന് മുട്ട. ഞാനും പ്രോട്ടീൻ കഴിക്കും കേട്ടോ. ഇഷ്ടം പോലെ പ്രോട്ടീൻ കഴിക്കും. മുട്ട പ്രോട്ടീനാ. വൈൽസും വരൂല, ഒന്നും വരൂല. ഞാൻ ചിരഞ്ജീവിയാണ്. ഇതെന്തോ നെയ്യിൽ കുളിച്ച കോഴിയോ? കുറച്ച് നെയ്യ് മാറ്റട്ടാ. കിടക്കട്ടെ. നെയ്യ് കോഴി നെയ്യ് ദോഷമൊന്നുമല്ല, പക്ഷെ കറിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും. വൈറ്റ് ചിക്കൻ അല്ല, നാടൻ ചിക്കൻ, റെഡ് ചിക്കൻ. കുറച്ച് മാറ്, അങ്ങോട്ട് മാറട്ടെ. ഗീ റൈസ് കൂടാ. മാറ്. ഫ്രെയിം ഫുള്ളാണ് നിങ്ങൾ നിന്ന. മുട്ട ഞാൻ കഴിച്ച് സഹായിക്കണോ? അത് എന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. വയറ് നിറങ്ങാല്ലേ പറ്റൂല. ഇതിന് കോരാൻ തവിയൊന്നുമില്ലേ? ഗീ റൈസ് ആണ് ഇത്, ഫ്രൈഡ് റൈസ് അല്ല. ഇത് ഗീ റൈസ് ഇടാ, കണ്ടറിഞ്ഞൂലേ? എവിടെയൊക്കെ വീണു. ഇപ്പം എന്നാ മോർ പ്രോട്ടീൻ, മോർ ഹെൽത്തി. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാം. കമോൺ വേദു, ഫാൻ ഇടറാ. ചിക്കൻ അടുപ്പത്തുനിന്ന് കോരി എടുത്തതേ ഉള്ളൂ കേട്ടോ. അതിന് മുന്നേ കോരിയില്ല, അടുപ്പത്തിടം തിളക്കണതേ ഉള്ളൂ. ഗീ റൈസ് ചിക്കൻ കൊള്ളാം. ഉരട്ടി ചിക്കൻ അതാണ് സൂപ്പർ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര നെയ്യ് കോഴിക്ക്, അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഇല്ല. കൊള്ളാം. പാല് കുടിച്ച് വയറ് നിറഞ്ഞ് വെറുപ്പ് ചെയ്ത് കിറുങ്ങി. അവള് പാല് കുടിച്ചപ്പോൾ നമുക്കൊരു കൊതി. നമ്മളെന്തോ നീര്, നമ്മൾ ഓരോ ഷേക്ക് ഓർഡർ ചെയ്ത്. അങ്ങനെ ഷേക്ക് നോക്കി ഇരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് കമഴ്ന്നല്ല. വായിക്കാത്ത വിരലിടല്ലേ പെണ്ണെ. കമന്റ് ഉണ്ട്, സോക്സ് ഇട്ടാ വിരൽ വായിക്കാത്ത വെക്കൂലെന്ന്. അവള് സോക്സോടെ എടുത്ത് വായിക്കാത്ത വെക്കണം. മിറ്റൻസ്. ഒരു കമന്റ് ചെയ്തിരുന്ന ആള് സോക്സ് എന്നാണ് ഇട്ടിരുന്നത്. ഓ, നിങ്ങൾ വലിയ പരിഷ്കാരികള് അല്ലേടാ, പരിഷ്കാരികള്. ഓ, നമുക്ക് സോസ് അറിയാവൂ. സോസ് എവിടെ എണീറ്റ് പോണത് കൊച്ചേ നീ? ഈ കൊച്ച്
വാ, നമ്മൾ പിന്നെ വളർത്തിയിട്ടുണ്ടാ? നമുക്ക് ജ്യൂസ് കുടിച്ചാടി, ജ്യൂസ്. അവിടെ വന്ന് അപ്പുറം വന്ന് കുറച്ച് സമയം നിന്ന് പിന്നെ അങ്ങ് പോയിട്ട് ഇതാ പറഞ്ഞു നമ്മുടെ ഷേക്ക്. ഞാനും ചീമ അമ്മയും അവക്കടെ ഷേക്ക്, വേദ മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തു. ജ്യൂസ് കണ്ടപ്പം കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ട് ജ്യൂസ് കുടിക്കാൻ പോകും. അതെ, അവക്കാഡോ ഒരെണ്ണം മാത്രമേ മാംഗോ ഉള്ളൂ, അത് വേദക്കുള്ളത്. എൻ്റെ അവക്കാഡോ ഷേക്ക് എവിടെ? ചീമ എവിടെ? ഭൂമിയിൽ ഡൽഹി ഉലുക്കോ? ഡൽഹിയിൽ ഭൂമി ഉലുക്കോന്ന് ചീമ ന്യൂസ് റീഡ് ചെയ്തിട്ട് പറഞ്ഞത്. അവക്കാഡോ ഷേക്ക്. ഈ കുഞ്ഞുണ്ടല്ലോ ഭയങ്കര കരച്ചിലായിരുന്നേ. ചീമ സച്ചിനും കൂടെ ഒന്ന് കടയിൽ പോയി, ഇവിടെ തൊട്ടടുത്ത് വട്ടിയൂർക്കാവ് മോറിൽ പോയത്, മിണ്ടായിരിക്കണ കണ്ടിട്ട് പോകണോ, അങ്ങോട്ട് കരച്ചിട്ട് തുടങ്ങി. എന്തൊക്കെ ചെയ്തിരുന്നേ, കണ്ണീരൊക്കെ വന്നിരിക്കണോ. അത് അവസാനം അച്ഛനെടുത്ത് പാട്ട് പാടിക്കൂടെ. ഇങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തി ഇതുപോലെയൊക്കെ കളിപ്പിച്ച അവള് മിണ്ടാതിരിക്കും. ഇപ്പൊ നമ്മളെങ്ങാനും വാങ്ങിച്ചാല് അങ്ങോട്ട് കരച്ചിലും തുടങ്ങുന്നു കേട്ടോ. അതവിടെ കണ്ണീരൊക്കെ വന്നിരിക്കുന്നു. എത്ര സമയം കൊണ്ട് തുടങ്ങിയ ബഹളം ഒന്നാ. സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഒന്നൂടാ. ഇവിടെ നിക്കണം, ഈ സ്ഥലവും ഈ ഡാൻസും ഒക്കെ വേണം. ഓടി കള്ളി, എന്തൊരു കരച്ചിലായിരുന്നു ഗായ്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഈവനിങ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ സാലഡ് വിത്ത് അൺഹെൽത്തി ഓയിൽ, ബ്രെഡ്, പനീർ, വെജീസ് ഒക്കെ വെച്ച് ഒരു സ്പെഷ്യൽ മാനേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. വേദ ട്യൂഷന് പോയിരിക്കുകയാണ്. വേദയ്ക്ക് ഇതിനിടയ്ക്ക് കൊതുവല്ലേ, വേദയ്ക്ക് ഇതിനിടയ്ക്ക് 1-2 ദിവസത്തെ ക്ലാസ് മിസ്സായി. അങ്ങനെ ഇന്ന് ട്യൂഷൻ വെച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ട് വേദ ട്യൂഷന് പോയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി വേദയെ വിളിക്കാൻ പോവും. ഇതിൻ്റെ റെസിപ്പി വേറെ ദിവസം നമുക്ക് ഇടാവേ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും സച്ചിൻ്റെ വീട്ടിൽ നിന്ന് അങ്കിളും ആൻറ്റിയും ചിത്തുവും മീനാക്ഷിയൊക്കെ വന്നിട്ട് കുഞ്ഞിയെ നെക്സ്റ്റ് വീക്ക് കൊണ്ടുപോകുക കേട്ടോ. അതിൻ്റെ ഒരു കുറിപ്പ് കൊണ്ട് തരാനായിട്ട് പറയാനായിട്ട് വന്നതാണേ. അപ്പോൾ കഴിഞ്ഞ മുന്നിലത്തെ ആഴ്ച കൊണ്ടുപോകാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ സച്ചിൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് മരിച്ചത് കൊണ്ടാണ് പിന്നെ അത് മാറ്റിയിട്ട് അടുത്ത ദിവസം കുറിച്ചിട്ട് ഇനി അടുത്ത ഈ വരുന്ന സൺഡേ കുഞ്ഞിയെ കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ അത് പറയാനായിട്ട് അറിയിക്കാനായിട്ട് അവരെല്ലാവരും കൂടി വന്നതാണ്. കുറച്ചേറെ സമയമായിരുന്നു. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. അവർ കുറേ സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുഞ്ഞിയായിട്ടൊക്കെ കളിപ്പിച്ച്, കുഞ്ഞ് ഭയങ്കര കളിച്ച് ഇങ്ങനെ ആൾക്കാരോട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരും മിണ്ടിയില്ലെങ്കിലുള്ള കേട്ടോ പിണക്കം. അങ്ങനെ കുഞ്ഞിയൊക്കെ കളിപ്പിച്ചിട്ട് അവരങ്ങ് പോയി കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ കുഞ്ഞി അങ്ങായിരിക്കും. പിന്നെ എനിക്കാണെങ്കിലും വീടിൻ്റെ അടുത്ത് നിന്ന് നടന്ന് പോകാനുള്ള ദൂരെയുള്ള ചീമയുടെ വീട് വരേക്കും. അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല, നമുക്ക് വൈകുന്നേരം വേണമെങ്കിലും പോയി കാണാമെന്നും അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. നെട്ടയത്ത് പോണേക്കാട്ടി എളുപ്പമാണ് എനിക്ക് ചീമയുടെ അവിടെ പോകാനായിട്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ എങ്കിലും അമ്മ ജനിച്ചപ്പം മുതൽ ഈ ഒരു 3.5 മാസം കൊണ്ട് അവളങ്ങനെ നോക്കില്ല. അതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വിശേഷമായിട്ട് ഉടനെ കാണാം. ടാറ്റാ.